ഈ മോൻ്റെ വീട് മരണം കണ്ട വീടാ. തുടർമാനം മരണങ്ങൾ വന്നു. ഇവൻ്റെ അമ്മ മരിച്ചു. ഇവൻ്റെ അപ്പൻ ശാരീരിക രോഗത്തെ ഭാരപ്പെടുക. ഇവിടെ ഞാൻ കാണുക കേട്ടോ, ഒരു ശവപ്പെട്ടിയുടെ മുമ്പിലിരുന്ന് നീ കരഞ്ഞതാകണ്ടേ. അത് എത്ര നാൾ മുമ്പാ? 1 വർഷം മുമ്പ്. മരിക്കുമെന്ന് വിചാരിച്ചില്ല. ഓപ്പറേഷൻ നടന്നപ്പം അമ്മ സക്സസ് ആയെന്ന് വിചാരിച്ചു. പക്ഷെ അമ്മ മരിച്ചുപോയി. അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. ആ വീട്ടിലെ 3 മരണമാണ് എഴുതിയത്. ഒന്ന് അവൻ്റെ അമ്മ, തൊട്ടുപുറകിൽ അപ്പൻ, 3 ഇവൻ. ഇന്ന് രാവിലെ ആ 2 മരണത്തെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുക. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ കല്യാണം കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നിന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. സത്യ? അതെ. നിന്റെ അമ്മ ഒരാഗ്രഹം ബാക്കി വെച്ചിട്ടാ പോയത്. നിന്റെ രോഗം മാറണം, നിനക്ക് വിവാഹം കഴിക്കണം. ഇത് കാണാനാ നിന്റെ അമ്മ ഒത്തിരി ആഗ്രഹിച്ചു. എന്നോട് യേശു പറയുക, നീ കല്യാണം കഴിക്കും. ഇന്ന് രാവിലെ നിന്റെ രോഗം മാറും. യേശു നിന്നെ സൗഖ്യമാകും. യേശുവിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ശരിക്കും എനിക്ക് ദൂത് പറയാൻ പറ്റുന്നില്ല. ഇവന്റെ വീട് കണ്ടിട്ട് എനിക്ക് ദൂത് പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു പെർഫോമൻസിന് വേണ്ടി അല്ല ഞങ്ങൾ ദൂത് പറയുന്നേ. ഇവര് വിടുവിക്കപ്പെടണമെന്നൊരു ചിന്തയില്ല ദൂത് പറയുന്നത്. എന്നോട് യേശു പറയുക, എന്റെ പെങ്ങള് ഡോക്ടറാണ് ന്യൂസിലൻഡില്. 1 വർഷം മുമ്പ് പോയി. അവൾ അനുഗ്രഹിക്കപ്പെടും. അവക്ക് കല്യാണം കഴിച്ച് പിള്ളേരില്ല. അവക്ക് പിള്ളേരുണ്ടാകും. അടുത്ത വർഷം ഈ സമയത്ത് ന്യൂസിലൻഡിൽ അവക്ക് ദൈവം തലമുറയെ കൊടുക്കും. ആ മോളെ ദൈവം ആദരിക്കും. ഈ മോൻ കെട്ടിയില്ല. ഇല്ല. എത്ര വയസ്സായി? 45 വയസ്സ്. കിട്ടുന്നോ? കെട്ടണമെന്ന് ആഗ്രഹമുണ്ട്, പെണ്ണ് കിട്ടുന്നില്ല. ഈ അമ്മ ചാവാത്ത എന്നറിയോ? കെ മറിയ ഇല്ലയോ? ഇല്ലയോ? അമ്മച്ചി എന്താ മരിക്കാത്തെന്നറിയാ? ഈ മോന്റെ കല്യാണം കാണാൻ വേണ്ടിയാ കേട്ടോ. നിങ്ങൾ നിൽക്കുന്നിടത്തുനിന്ന് പടിഞ്ഞാട്ടുനിന്നൊരു കല്യാണം വരും. അത് നമ്മളങ്ങ് ഉറപ്പിക്കും. കല്യാണം നടക്കാൻ പോവാ. നിന്റെ വീട് അപ്പടി കെട്ടില്ല. ഇന്ന് രാവിലെ യേശു അത് പൊട്ടിക്കാൻ പോവാ. ചേട്ടാ, യേശു ഉള്ള ഒരാളെ ആയിരിക്കും കെട്ടുന്നത്. നല്ലൊരു ജീവിതം തരും ദൈവം. യേശുവിന് വേണ്ടി ജീവിക്കില്ലേ? ജീവിക്കാം. നീയോടാ ജീവിക്കും. നിന്റെ മരുന്ന് മാറും. ഒരു മരുന്നും ഇല്ലാതെ നീ ഉറങ്ങും. നിന്റെ പഠിത്തം ഇടയ്ക്ക് വെച്ച് മുടക്കി കളഞ്ഞു. പഠിക്കാൻ പോകാൻ പറ്റിയില്ല. ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിക്കളഞ്ഞു പിശാച്. എന്നോട് ദൈവം പറയുക, ദൈവം നിന്നെ ആദരിക്കാൻ പോവാ. നിന്റെ ജീവിതമൊക്കെ ആട്ടിമുടി എൻ്റെ ദൈവം മാറ്റിയെടുക്കാൻ പോവാ. നീ ആള് മാറി ആളെ പോലെ ദൈവത്തിന്റെ പ്രവൃത്തി നിനക്കുണ്ടാകാൻ പോവാ.